പിള്ളേർ ഇങ്ങോട്ട് കയറാനല്ലേ പറഞ്ഞത്? തകർത്ത് മഴ പെയ്തു തുടങ്ങി. ഈ പിള്ളേരുടെ എപ്പോ തൊട്ട് പറയാ മഴ വരുന്നു കേറാൻ പറഞ്ഞിട്ട് കേട്ടോ? അതാണ്ട് മൊത്തം നനഞ്ഞില്ലേ? പനി പിടിച്ചിടക്കുമ്പോഴേ നല്ല വൈബാന്ന് പറയണം കേട്ടോ. വാ കയറി കയറി വാ, നമുക്ക് കൊണ്ട് പോകാം. പെട്ടെന്ന് വാങ്ങി വീട്ടിൽ ചെന്ന് പെട്ടെന്ന് തല ഓർത്തിട്ട് വേണം. നമ്മുടെ ഇങ്ങോട്ട് വരുന്നുണ്ടോ? അയ്യോ, ആ കൊച്ചു എവിടെ വന്നു? അയ്യോ പാവം, മോടെ അച്ഛനും അമ്മയൊക്കെ എന്തി? അയ്യോ പാവം, നമുക്ക് അതിന് വീട്ടിൽ കൊണ്ടുവരുന്നത് നമ്മുടെ വീട്ടിലോട്ട്. അയ്യോ കഷ്ടം, പാവം ഒന്നല്ലത്. അയ്യോ ഈ വീട് നിൽക്കുന്ന സ്ഥലം നോക്കി ശാന്തേച്ചി, എന്തോ കുത്തനെ കിടക്കില്ല താഴോട്ട്. പിന്നെ വീട് ഒളിച്ചു പോയില്ലെങ്കിൽ കുറ്റം പറഞ്ഞാ പോരെ? ഇത്രയും നാളും ആ വീട് ഇവിടെ പിടിച്ചു നിന്നെന്ന് കേട്ടിട്ട് എനിക്ക് അതിശയം തോന്നുന്നു. അയ്യോ ഇവിടെ നമുക്ക് കാട് കുറച്ച് നിൽക്കാൻ പോലും പറ്റുന്നില്ല. പിന്നെ ആ വീടെങ്ങനെ നിന്ന് ഇവിടെ? ആ നോ നിൽക്കുന്നത് അച്ഛനും അമ്മ മോളുടേത്. ഇവര് ഈ കാട്ടിൽ താമസിക്കുന്ന കാട്ടുവാസികളാന്ന് തോന്നുന്നു. മോളെ നമ്മുടെ വീടാണെങ്കിൽ താഴോട്ട് ഒലിച്ചു പോയി. അയ്യോ നിങ്ങൾ ഇനിയിപ്പോ എവിടെ താമസിക്കും? അറിയില്ല, ഞങ്ങളുടെ അവസ്ഥ ഇങ്ങനെ. കാട്ടിലുള്ളവരുടെ ഒക്കെ സ്ഥിതി ഇത് തന്നെ. മലഞ്ചെരിയിലൊക്കെ താമസിക്കുന്നവരുടെ വീടെല്ലാം ഒലിച്ചു പോകും. പിന്നെ ഞങ്ങൾ ആകെപ്പാടെ കഷ്ടപ്പെട്ടായിരിക്കും ജീവിക്കുന്നത്. നിങ്ങളൊരു കാര്യം ചെയ്ത് തൽക്കാലം ഞങ്ങളുടെ വീട്ടിലോട്ട് വാ. വീടൊക്കെ വെച്ച് കഴിഞ്ഞിട്ട് ഇങ്ങോട്ട് വരാം. സത്യമാണോ പറയുന്നേ? ഞങ്ങളാണെങ്കിൽ 2 വീട്ടുകാരാ. നിങ്ങൾക്കാണ് ഈ വീട് വെക്കുന്നവരെ ഞങ്ങളുടെ വീട്ടിലോട്ട് 2 പേരുടെയും മാറി മാറി താമസിക്കും നിങ്ങൾ കേട്ടോ. ഇതാണ് ഞങ്ങളുടെ വീട്. ഇഷ്ടപ്പെട്ടോ? നിങ്ങൾക്ക് താമസിക്കാൻ ബുദ്ധിമുട്ടൊന്നും ഇല്ലല്ലോ. ഞങ്ങൾക്ക് എന്ത് ബുദ്ധിമുട്ട്? ഞങ്ങൾക്ക് ഇപ്പൊ എവിടെയെങ്കിലും തല ചായ്ക്കാൻ ഇടം കിട്ടിയാൽ മതി. ശാരദ ഞാനും അമ്മണി എന്നാ വീട്ടിലോട്ട് പോവാ. എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ വിളിച്ചാൽ മതി കേട്ടോ. ഇവരെ വേണം ഞങ്ങളുടെ വീട്ടിലോട്ട് വിടുന്നെങ്കിൽ വിട്ടോ കേട്ടോ. നിങ്ങൾക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടെങ്കിൽ ഞങ്ങളുടെ വീട്ടിലോട്ട് വിട്ടാലും മതി. ആ ഇവര് കുറച്ച് ദിവസം താമസിക്കട്ടെ ശാന്തേച്ചി, അത് കഴിഞ്ഞിട്ട് അങ്ങോട്ട് വിടാം. ഞാനത് ആഹാരം എടുത്ത് വയ്ക്കാം. ആ ആയിക്കോട്ടെ. ആ മഴയായിട്ടാ. മഴ തന്നെയല്ല, കാറ്റുണ്ട് നല്ല. അതുകൊണ്ടാ ലൈൻ കമ്പെല്ലാം പൊട്ടി കാണുമായിരിക്കും. അതാ കറണ്ട് പോയത്. പിന്നെ ചേട്ടൻ ഡ്യൂട്ടി കഴിഞ്ഞ് വന്നില്ല. അമ്മൂമ്മ നേരത്തെ അവിടെ തുടങ്ങി. മറ്റേ മുറിയിലുണ്ടല്ലോ. ആ ഉച്ചക്കത്തെ മഴയുള്ളായിരുന്നല്ലോ. പിന്നെ അത് കഴിഞ്ഞ് കുറഞ്ഞായിരുന്നല്ലോ മഴ. പിന്നെ മഴയായല്ലോ. നമ്മൾ വെള്ളച്ചാട്ടത്തിലുള്ളപ്പോ ഭയങ്കര മഴയല്ലായിരുന്നോ? മോളെ ഞാൻ അടുപ്പിലെങ്കിൽ പാല് വെച്ചിട്ടുണ്ടായിരുന്നു. ഞാൻ പെട്ടെന്ന് പോയി നോക്കിയിട്ട് നിങ്ങൾ ഇവിടെ ഇരിക്കുക കേട്ടോ. ഈ ടോർച്ച് അവിടെ വയ്ക്കട്ടെ. എന്റെ വേറെ ടോർച്ച് ഉണ്ട്. അമ്മ പോയിട്ടാ. അയ്യോ മോളെ, അയ്യോ ഒരു സാധനം കാണുന്നില്ലേ? മോളെ അടുക്കള ചെമ്പിന്റെ കുടം കാണുന്നില്ല. അതാ ഞാൻ പറഞ്ഞത്, അടുക്കളയിൽ ഇരുട്ടല്ലേ ഇപ്പൊ. അവിടെ ഇരുട്ട് നോക്കി എങ്ങനെ കാണാൻ പറ്റും? കറണ്ട് വരട്ടെ. അത് തന്നെയല്ലേ മോളെ, ചെമ്പ് കൂടെ കാണുന്നപ്പോ എനിക്കൊരു സംശയം തോന്നി. ഞാൻ എനിക്ക് അവരുടെ റൂമിൽ ചെന്ന് നോക്കിയപ്പോൾ അവരെ 3 പേരെയും കാണാനില്ല അവിടെ. അവര് മോഷ്ടിച്ചിട്ട് പോയത് ചെമ്പ് കൂടെ വലിയ. എത്ര രൂപ കിട്ടുമെന്നറിയോ? 10-20,000 രൂപ കിട്ടും. ആ അതെ മോനെ, അവര് പാവങ്ങളാകുമ്പോ നമ്മൾ വിളിച്ചു കയറ്റിയത്. എന്താണ്ട് ഇപ്പൊ അവര് കുറവ് മോഷ്ടിച്ചോണ്ട് പോയേക്കുന്നു. ഇതാ പറയുന്നത്, എല്ലാരും കണ്ണടച്ച് വിശ്വസിക്കരുത്.